അലി ശിഹാബ് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുകയും. പിന്നെ ഒരു ചോദ്യം, മുഷാവറ എന്ത് ചെയ്തു? ഞങ്ങളുടെ മുഷാവറ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് സംബന്ധമായി കൃത്യമായി പ്രമേയം പാസാക്കി. ശേഷം ഇക്കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ കൂടിയ സമ്മേളന പരിപാടിക്ക് സമസ്തയുടെ മഹാരഥന്മാരായ മുഴുവൻ നേതാക്കന്മാരും പിന്തുണ പ്രഖ്യാപിച്ചു. അവര് വന്നിട്ടാണ് ഈ സമര പ്രക്ഷോഭ പരിപാടിയുടെ ഒടുക്കത്തെ ഒരു പരിപാടി എന്ന നിലയിൽ ഈ പരിപാടിയുടെ ഭാഗമായ സമാപന പരിപാടി എന്ന നിലക്ക് ഡിസംബർ 8-ാം തീയതി കോഴിക്കോട്ടം മുതലക്കുളം മൈതാനത്ത് 10,000-ങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയുന്ന സമ്മേളനത്തിന്റെ പ്രഖ്യാപനം മഹാനായ ഹുസൈൻ സൈനുദ്ദീൻ മുസ്ലിയാരാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഇതിഹാസമായി. നിങ്ങളുടെ ഈ മുടിക്കച്ചവടത്തെ നിർത്തുന്നവരെ ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും. സമ്മതിക്കില്ല കട്ടായം. ഒരു കാരണവശാലും ഈ പരിപാടിയുമായി കേരളത്തിലെ ഉമ്മത്തിനെ പറ്റിക്കാനുള്ള ഒരു പണിയും സമ്മതിക്കില്ല. അങ്ങനെ ഇവർ ഈ പണിയുമായി. പിന്നെ ഇവർ പറഞ്ഞ ഒരു ജാലിയാബാല ഞങ്ങൾ അന്വേഷിച്ചു. ആരായി ജാലിയാബാല? CM എന്നോട് പറഞ്ഞതും അതോടൊപ്പം തന്നെ ഹമീദ് ഫൈസ് നേരെ ബോംബെക്ക് പോയി. ബോംബെയിൽ ചെന്ന് ജാലിയാവാലനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ജാലിയാവാല ഒരു ഈ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ പുരാവസ്തുക്കളൊക്കെ ഇങ്ങനെ പരമാവധി വാങ്ങിക്കൂട്ടുന്ന ആളാണ്. അയാളത് വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഈ പറയുന്ന വലിയ വാദമൊന്നുമില്ല. അതൊരു സാധു മനുഷ്യൻ. അയാൾക്കല്ല വാദം, പിന്നെ ആർക്കാ വാദം? ഏൽപ്പിക്കാൻ. കാരണം ഇയാൾ വലിയ മുറബിയുമായാല് ഇയാൾ തന്ന ആ അർത്ഥത്തിൽ വലിയ മുരീദാവാൻ ഇയാൾക്ക് പറ്റൂ. അതിനുവേണ്ടിയാണ് ഈ വാദം കൊണ്ടുവന്നത്. ഇയാൾ അങ്ങനെയൊന്നുമില്ല. അവസാനം അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹത്തിന്റെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ചെന്ന് ചോദിച്ചപ്പോ ആദ്യം ഒരു 5,000 രൂപക്കുള്ള 4 മുടി കൊടുത്തു. പിന്നെ ഇയാൾക്ക് തന്നെ തോന്നി ഇവർ കൊള്ളാന്ന്. അതുകൊണ്ട് 3,000 രൂപ പിന്നെയും കൊടുത്തപ്പോ വീണ്ടും കൊടുത്തു 3. അങ്ങനെ 7 മുടി ഞങ്ങൾക്ക്. 7 മുടി. ഈ 7 മുടി സനത് ചോദിച്ചപ്പോ ആ സാധു പറഞ്ഞു എനിക്ക് സനതൊന്നും അറിയില്ല. ഇയാൾ സനത് പറഞ്ഞു നടന്നല്ലോ. എനിക്ക് സനതൊന്നും അറിയില്ല. ഇയാൾ എന്നിട്ട് ഒരുപാട് ജീലാനി ത്വരീഖത്തിലെ ഖാദിരി 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 എന്ന് പറഞ്ഞ സനത് ഉണ്ടാക്കിയല്ലോ ഇയാൾ. അതായത് ഈ ഇഖ്ബാൽ ജാലിയാബാല പറഞ്ഞു എനിക്ക് സനതൊന്നും അറിയില്ല. അയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത് ഇസ്ലാമിക് സെന്ററിന് കൊടുക്കുന്ന പിന്നെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ സർട്ടിഫിക്കറ്റ്. ഞങ്ങളത് വാങ്ങിക്കും. ഞങ്ങൾ ആ സാറിന് ഇവിടെ കൊണ്ടുവന്ന് ചില പരിശോധനയ്ക്ക് വിധേയമാണ്. പടച്ച തമ്പുരാൻ കണ്ണീർ ഉസ്താദിന്റെ ദുആ സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. കാരണം ഇത് നിഷേധിച്ചാൽ, അതായത് ഈ മുടി ഞങ്ങൾക്ക് കിട്ടിയ മുടിയല്ല എന്ന് നിഷേധിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അത് നിങ്ങൾ ബോംബെയിൽ എവിടുന്നോ തേടിയതാ, ഞങ്ങൾക്ക് അതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കുടുങ്ങുമായിരുന്നു. പക്ഷെ റബ്ബ് സഹായിച്ചു. പക്ഷെ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്തു തന്നെ അവർക്കും മുടി കിട്ടിയിരിക്കുന്നു. ഇത്ര വലിയ സസാർക്ക് സാധാരണഗതിയിൽ സംഘടനാപരമായ ഈ ഒരു ബുദ്ധിയെങ്കിലും കത്തേണ്ടതായിരുന്നു. പക്ഷെ കണ്ണീർ ഉസ്താദ് ദ്വാരന്ന് പോയതാണ്. മഹാനായ കണ്ണീർ ഉസ്താദിന്റെ ദ്വാരാണ് സത്യം. അതായത് ഈ വിഷയത്തിൽ അയാൾ നിഷേധിച്ച പിന്നെ കുടുങ്ങി. കാരണം അത് വേറെ എവിടുന്നോ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിന് തനതുണ്ടാക്കാൻ നടക്കണം. അതുകൊണ്ട് തന്നെ ഇയാൾ കൃത്യമായി പറഞ്ഞു അവരത് വാങ്ങി വിഞ്ഞാലിന്റെ സ്വഭാവത്തിലാണ്. അവിടെ ചെന്ന് ജാലിയാവാലയോട് പറഞ്ഞു ഈ പിന്നെ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ കാട്ടിക്കൊടുത്ത് അതിന്റെ കുപ്പ കാട്ടിക്കൊടുത്ത് ഇവിടെ ഈ മുടി വെക്കുമെന്നും നിങ്ങളുടെ പേര് എഴുതി വെക്കും എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളത് വാങ്ങിയെന്നാണ് മൂപ്പരുടെ ഒരു പുതിയ തട്ടിപ്പ്. കാരണം ഈ തട്ടിപ്പ് വിദ്യകൾ അറിയുന്നവർക്ക് എങ്ങനെയാണത് വാങ്ങുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഓരോ തരത്തിലുള്ള ചില ഊഹങ്ങളുണ്ടാവും. മൂപ്പരങ്ങനെ പലപ്പോഴും നുണ പറഞ്ഞതുപോലെ ഞങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ആ സാധു മനസ്സിലാക്കിപ്പോയി. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു നിങ്ങൾ നുണ പറഞ്ഞു വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഒറ്റ കാര്യം സമ്മതിച്ചു. അതായത് ഇഖ്ബാൽ ജാലിയാവാലയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കിട്ടിയത്. അവിടെ നിന്ന് തന്നെയാണ് ഷെയ്ഖ് അഹമ്മദ് ഖസ്റജിക്ക് മുടി കിട്ടിയതെന്ന് അവിടെ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചത് കണ്ട് വായിച്ച് അതിന്റെ മൊബൈൽ ക്ലിപ്പിംഗ് പരമാവധി കിട്ടാവുന്നിടത്തോളം ചെയ്തു വന്ന ഞങ്ങളുടെ ഈ നേതാക്കന്മാർ പറയുന്നുണ്ട്. അവിടെ തന്നെയാണ് ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി പിടിച്ചിട്ടുള്ളത്. അതിന് മുമ്പൊന്നും അബൂദാബിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇയാളും സ്വയം നേതാവാകാൻ വേണ്ടി ആലോചിച്ച ആളാണ്. അയാൾ അൻസാരികളുടെ നേതാവാണ്. സയ്യിദുൽ അൻസാർ എന്ന് പേരിട്ട് സകല അൻസാരികളെ വിളിച്ചപ്പോഴാണ് ജ്യേഷ്ഠൻ പറഞ്ഞത് ഇയാളും ഇപ്പോ അഖിലേന്ത്യ പറഞ്ഞ പോലെ ഇയാൾ ആഗോളം പറയുന്ന ആളാണ് എന്ന് സ്വന്തം ജ്യേഷ്ഠൻ തന്നെ പറഞ്ഞത്. ഈ ആഗോള പറയണതും അഖിലേന്ത്യ പറയുന്നതും ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാം. ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഷെയ്ഖ് അഹമ്മദ് ഖസ്റജിയും അതുപോലെ തന്നെ APയും അങ്ങനെ ചില പരിപാടികളുടെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയതാണ്. അതുകൊണ്ട് ഇയാളും ഈ സാധനം കൊണ്ടുവന്നത് ഇവിടെ നിന്നാണ്. ഇതെല്ലാം ഇത്തരം സ്വഭാവങ്ങളോടുകൂടെ കൊണ്ടുവന്നു. ഇതിന് ഇനി ന്യായീകരണങ്ങളാണ്, പിന്നെ പെരും ന്യായീകരണങ്ങളാണ്. ഒരു ന്യായീകരണം ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുടി ഇത്രമേൽ നീളമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ന്യായം കൊടുക്കും. ഒരു മുല്ലാരിന്റെ അടുക്ക്
അറിയാതെ അബദ്ധത്തിൽ അത് സംബന്ധമായി എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇത് കേട്ടപാടെ കിട്ടിയൊരു വല്ലാത്തൊരു വടി എന്ന പോലെ ഒരാൾ എഴുതി, ഓയം തരുവണ എന്ന് പറയുന്ന ചങ്ങാതി അയാൾ എഴുതാൻ, ഇനി ഷഹർ മുബാറക്കിന്റെ ദൈർഘ്യമാണോ പ്രശ്നം? പ്രശ്നക്കാർ വരിയായി നിൽക്കുക, അതായത് SSFകാരൊക്കെ വരിയായി നിൽക്കുക. ഓരോ പ്രശ്നക്കാരനും ഓരോന്ന് വീതം വിതരണം ചെയ്യാൻ മാത്രം തെളിവുകൾ സ്റ്റോക്കുണ്ട്. ഹദീസ് പഠിക്കാതെ വിവരക്കേട് വിളമ്പാൻ ഇറങ്ങിയ വിഡ്ഢി കുഷ്മാണ്ഡങ്ങളുടെ വായെടുക്കാൻ തൽക്കാലം സാമ്പിൾ മാത്രം. ഹിജ്റക്ക് ശേഷം 3 തവണയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തിരുവേഷം പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത് മൗനൂഅത്തു ദിഫാഇൽ 2:31 ഉദ്ധരിച്ചിട്ടുണ്ട്. 3 തവണയെ മുടി കളഞ്ഞിട്ടുള്ളൂ എന്ന് ശമാഇൽ തുർമുദിയിൽ ശറഹ് മുഅല്ല അലിയുൽ ഖാരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹജ്ജിലോ ഉംറയിലോ അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മുറിക്കുകയോ കളയുകയോ ചെയ്യാറില്ലായിരുന്നുവെന്ന് സാദുൽ മആദും പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അവസാനം പറയാണ്, 6 വർഷം ഒരാൾ മുടി നീക്കാതിരുന്നാൽ അതിനെത്ര നീളം കാണും? വിവാദം തിന്നു നടക്കുന്നവർക്ക് വിവരിച്ചു കൊടുത്താൽ മതിയാവുകയില്ലല്ലോ, അവർക്ക് നേരിട്ട് കാണാം. അതുകൊണ്ട് കണ്ടു ബോധ്യപ്പെടാൻ ഒരു മാർഗം നിർദ്ദേശിക്കാം. കൂരിയാടിനെയും അമ്പലക്കടവിനെയും കണ്ണാടിപ്പറമ്പിനെയും മൂത്തകത്തെയും കൂടത്തായിയും തുടങ്ങിയവരൊക്കെ, കൂട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെയും ഹുസൈൻ മടവൂരിനെയും എന്ന സഖ്യകക്ഷി പ്രതിനിധികളെയും 6 വർഷം ബാർബർ ഷാപ്പിൽ കയറ്റാതെ പോറ്റണം. എന്നിട്ട് നമുക്ക് മുടിയുടെ അളവെടുക്കാം. അപ്പോഴറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ നീക്കം ചെയ്ത ഷഹർ മുബാറക്കിന്റെ നീളം. ഷഹർ മുബാറക്ക് എന്നല്ല ഇവർ പറയേണ്ടത്, ഷെയർ മുബാറക്ക് എന്നാണ്. ഷെയർ വിരിക്കാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഹബീബായ റസൂൽ ഒരിക്കലും ആ മുടിയെ തൊടാതെ വെട്ടാതെ അത് നീണ്ട സ്വഭാവത്തിൽ ഇങ്ങനെ പിന്നെ 6 കൊല്ലക്കാലം ഇട്ടു എന്നല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത്? ഇത് റസൂലുള്ളാഹിയോടുള്ള നിന്ദയല്ലേ? ഇത് അള്ളാഹിന്റെ റസൂലിനെ ഇങ്ങനെ മോശമായി കാണാനുള്ള ഏർപ്പാടല്ലേ? ഇത് സമ്മതിച്ചു കൊടുക്കാൻ SKSകാരനെക്കുള്ള കുട്ടികൾക്ക് കഴിയോ? നിങ്ങൾ ആലോചിക്കൂ, ഇത് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന വിശ്വാസിക്ക് സാധിക്കോ? എന്താ ഇവിടെ പറഞ്ഞു വെച്ചത്? 6 കൊല്ലക്കാലം ബാർബർ ഷോപ്പിൽ കയറ്റാതെ അമ്പലക്കടവിനെ നിർത്തിയാൽ എന്താണോ അതാണ് അള്ളാഹിന്റെ റസൂൽ. നിങ്ങൾ ആലോചിക്കൂ, അതിന്റെ നിന്ദ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. എന്താണ് ഇത് സംബന്ധമായി മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചത്? ഷെയ്ഖ് ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നുണ പറയാൻ കിതാബോധി പഠിക്കണം എന്നൊരു കാര്യവും ചെയ്യാതെ ഇത് സംബന്ധമായി നുണ എഴുതാൻ മാത്രം പഠിച്ച ആൾ എഴുതി വെച്ചത് മുടി മുറിക്കുകയോ കളയുകയോ ചെയ്യാറില്ല എന്ന് സാദുൽ മആദ് പറയുന്നു എന്നാണ്. സാദുൽ മആദിൽ അങ്ങനെ ഒരു ഇബാറത്ത് ഇല്ല. ഉള്ളതിതാണ്, ഞാൻ പറയാം. വകാന ഹദിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹൽഖി റഅസി തർക്കഹു കുല്ലഹു ഔ അഖദഹു കുല്ലഹു വലം യകുൻ യഹ്ലിഖു ബഅലഹു വയദഉ ബഅല വലം യുഹ്സൽ അൻഹു ഹൽഖുഹു ഇല്ലാ ഫീ നുസ്കിൻ. ഈ ഇബാറത്താണ് അവരെടുത്തത്. വലം യുഹ്സൽ അൻഹു ഹൽഖുഹു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വടിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ലാ ഫീ നുസ്കിൻ, അത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ആരാധനാകർമ്മങ്ങളിൽ അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട ആരാധനാകർമ്മങ്ങളുടെ ഭാഗമായുള്ള കാര്യത്തിലല്ലാതെ ഹബീബ് വടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഏതിലുള്ളത്? സാദുൽ മആദിലുള്ളത്. വടിച്ചിട്ടില്ല റസൂൽ. ആരാ വടിച്ച? ഞാനാകെ വടിച്ചത് 2 ഹജ്ജ് ചെയ്തപ്പോൾ, ഞാൻ വടിച്ചിട്ടില്ല. വടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാർബർ ഷോപ്പിൽ കയറില്ല എന്നാണോ? വടിക്കാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും മുടിയിൽ ഒരു കത്രിക തൊടാൻ പാടില്ല എന്നാണോ? വടിച്ചിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇയാൾ പറഞ്ഞത് വടിക്കുകയോ വെട്ടുകയോ ചെയ്തിട്ടില്ല എന്നാണ്. ഒന്ന് മതി, ബാക്കി നോണ. ഹൽക്ക് മാത്രമേ അതിൽ സംസാരിച്ചു. പക്ഷേ ഇയാൾ അതല്ല പറഞ്ഞത്, വെട്ടുകയും ചെയ്തിട്ടില്ല എന്നാണ്. ഇനി നോക്കൂ, ഇത് സംബന്ധമായി പ്രാമാണികമായി പറയാൻ കഴിയുന്ന ഒരാൾ മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് മഹാനവറുകളാണ്. ഹദീസ് സംബന്ധമായ വിഷയങ്ങൾ ഹദീസ് പഠിച്ചിട്ടില്ല, ഇയാൾ പഠിച്ചിട്ടില്ല, അത് ശരിയാണ്. ഹദീസ് പഠിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കുമ്പോ മഹാനായ ഇമാം നവവി തന്റെ സഹീഹ് മുസ്ലിമിന് എഴുതിയ ശറഹിൽ മഹാനവറുകൾ മഹാനായ ഖാദി ഇയാദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബി തിരുമേനിയുടെ 3 മുടി അവസ്ഥകൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഇവിടെ നിൽക്കാറുണ്ട്, പിന്നെ ഇവിടെ നിൽക്കാറുണ്ട്, പിന്നെ തോളത്തേക്ക് ഇറങ്ങി നിൽക്കാറുണ്ട്. ലുമ്മ, ജുമ്മ, ഈ തരത്തിൽ മുടികൾ ഇങ്ങനെ ഇവിടെ വരെയും വന്നു നിൽക്കുന്ന രീതി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഇത് വിശദീകരിച്ചിട്ട് മഹാനവറുകൾ പറയുന്നു, ഖാലിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, വൽ ജംഉ ബൈന ഹാദിഹി റിവായാത്തി, ഈ പറയപ്പെടുന്ന റിവായത്തുകൾ മുഴുവനും കൂടി ഏകോപിച്ചാൽ, അതിനെ ജംഅ ചെയ്താൽ,
അന്നമാ യലിൽ ഉദ്ന ഹുവല്ലദീ യബ്ലഗു സുഹ്മത ഉദ്നൈഹി വഹുവല്ലദീ ബൈന ഉദ്നൈഹി വആതിഖിഹി. ഒന്ന്, ഈ ചെവിയോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ചെവിക്കുത്തിയോട് അടുത്ത് നിൽക്കുകയും ഈ ചെവിയുടെയും പെരടിയുടെയും ഇടക്ക് വരികയും ചെയ്യുന്ന രീതിയാണ്. വമാ ഖൽഫഹു, അതിന്റെ പിന്നിലേക്ക് പോയാൽ ഹുവല്ലദീ യദ്രിബു മൻകിബൈഹി, ചുമലിൽ കിടക്കുന്ന മുടി രീതിയാണ്. ഇയാൾ തങ്ങൾ പറയുന്നു വഖീല ബൽ ദാലിക ലിഖ്തിലാഫിൽ ഔഖാത്തി, ഇതൊക്കെ ചില സമയങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് വന്ന സന്ദർഭങ്ങളാണ്. ഫൈദാ വസല അൻ തഖ്സീരിഹാ, വെട്ടാൻ നബി തിരുമേനിക്ക് പറ്റാത്ത അശ്രദ്ധകൾ സംഭവിച്ചാൽ, അതായത് ഹബീബിന്റെ യാത്രകൾ, നബി തിരുമേനിയുടെ യുദ്ധങ്ങൾ, നബി തിരുമേനിയുടെ സംരംഭങ്ങൾ, ഇതുവഴി അവിടുന്ന് വെട്ടാൻ സാധിക്കാതെ വന്നാൽ ബലഗത്തിൽ മൻകിബ, അപ്പോൾ അത് ചുമലിലേക്ക് എത്തുമായിരുന്നു. ഇദാ ഖസ്സറഹ, നബി തിരുമേനി അത് വെട്ടിയാൽ കാനത് ഇലാ അൻസാഫിൽ ഉദ്നയൈനി, ഈ രണ്ട് ചെവികളുടെയും മധ്യഭാഗം വരെ അതെത്തുമാറുണ്ടായിരുന്നുള്ളൂ. ഫകാന യഖ്സുറു വയഖൂലു ബിഹസ്ബി ദാലിക്, ഇപ്രകാരം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇങ്ങനെ ഫകാന യുഖ്സുറു വയഖൂലു ബിഹസ്ബി ദാലിക, ഇങ്ങനെ കൂട്ടാറും കുറക്കാറും ഉണ്ടായിരുന്നു, ഇതിലേറെ പോകാറില്ലായിരുന്നു. ബിഹസ്ബി ദാലിക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയാൽ അത് വെട്ടാതിരുന്ന സമയമാണ്, അല്ലെങ്കിൽ ഇവിടെ വരെ റസൂലുള്ളാഹി വെട്ടി നിർത്താറുണ്ടായിരുന്നു എന്നാണ് ഹദീസ് കാര്യങ്ങളിൽ പ്രമാണിയായ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. നബവി ഇമാമിന്റെ പേരിൽ, ഷെയ്ഖ് ഇബ്നു ഖയ്യിമിന്റെ പേരിൽ, അതുപോലെ തന്നെ സഹാബി വനിതകളുടെ പേരിൽ എല്ലാം പെരുന്നണ മാത്രം പറഞ്ഞു വെച്ചയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാകൃത ഭാവത്തിൽ മുടി വെട്ടിയിട്ടില്ല, 6 കൊല്ലക്കാലം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു വിശ്വാസി എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അതുകൊണ്ടാണ് ഇത് നിന്ദയാകും, നിന്ദയായാൽ ഇത് കുഴപ്പത്തിലേക്ക് താഴുമെന്ന് നമ്മൾ പറഞ്ഞത്. ഇത് നിന്ദയാണ്. ഇത് അവരൊരു പക്ഷേ ഓർത്താലും ഓർത്തില്ലെങ്കിലും ഈ മുടിക്കച്ചവടത്തിനെ നിലനിർത്താൻ വേണ്ടി, കോടികളുടെ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഹദീസുകളിൽ പോലും മായം ചേർത്ത് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്ന പരിപാടികൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഹദീസുകളിൽ മായം ചേർക്കുക, ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുക, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ പോലും വളച്ചൊടിക്കുക. 6 കൊല്ലക്കാലം റസൂൽ മുടി വെട്ടുകയോ വടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാൻ നോക്കുക. ഹബീബിന്റെ മുടി ഇങ്ങനെ നെഞ്ചത്തേക്ക് ചാഞ്ഞു കിടന്നിരുന്നുവെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി നെഞ്ചിലേക്ക് വരെ ഇറങ്ങിക്കിടന്നിരുന്നുവെന്നും ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് പറയുക. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചവരുടെ മുമ്പിലാണ് മഹാനായ ഇമാം നവവി തങ്ങൾ പറയുന്നത്, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരെ, അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നീണ്ടിട്ടില്ല. കാരണം റസൂലുള്ളാഹി മുടി വെട്ടാറുണ്ടായിരുന്നു, വടിക്കാറില്ലായിരുന്നു എന്ന് ശരിയാണ്, പക്ഷേ വെട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഈ മുടിയോ 75 സെന്റിമീറ്റർ നീളമുള്ള മുടിയാണ്. ഈ മുടിക്ക് വ്യാഖ്യാനം ഉണ്ടാക്കാനാണ് ഇമ്മാതിരി തരികിട ഒപ്പിച്ചത്. സനതുണ്ടാക്കി അവസാനം കുടുങ്ങിയെന്ന് വന്നപ്പോ ഇവർ തന്നെ പറഞ്ഞു, എന്തിന് സനത് എന്ന് പറയുന്നത് പോലും വന്നത് അതും ചില വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞു വെച്ചു. എങ്കിൽ ഒന്നാമത്തെ മുമ്പത്തത് കേരളത്തിൽ ആദ്യമായി ഈ പരിപാടികളിൽ യാതൊരു ന്യായവുമില്ലാത്ത വർത്തമാനം പറഞ്ഞ AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ്. കാരണം അയാളാണ് ഈ ലക്ഷങ്ങൾ എന്നവർ പറയുന്ന 10,000ങ്ങളുടെ മുമ്പിൽ വെച്ച് സനത് വേണം എന്ന് തന്നെ പറഞ്ഞത്. സനത് വേണമെന്ന് പറയും. എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ ഉസ്താദാണ് ആദ്യം ആ പണി തുടങ്ങിയത്. സനത് വേണം, പിന്നെ സനദില്ലാതെ പോന്നു. ചിലപ്പോൾ പിന്നെ വേറൊന്ന് കേട്ടു, കേരളത്തിലെ മലയാള സംസ്കാരത്തിലേക്ക് ഒരു പദം കൊണ്ടുവച്ചു, അടിരേഖ. ചില പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. പത്രക്കാരുടെ മുമ്പിലേക്ക് പോയി സനത് സംബന്ധമായി വിശദീകരിച്ചാൽ അവർക്കൊന്നും അറിയില്ലല്ലോ സനത് എന്താണ്, എവിടെ നിന്ന് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് അതങ്ങ് കേട്ടോളും എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ തന്ത്രം മെനഞ്ഞ് എന്താണ് സനതെന്നും സനദിന്റെ സ്വഭാവം എന്തായിരിക്കും. എന്നിട്ട് MP ആയില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിലെ വിസിറ്റിംഗ് ഗാലറിയിൽ പോലും ഇരിക്കാൻ ആ സാധുവിന് അള്ളാഹു ഭാഗ്യം കൊടുത്തിട്ടില്ല. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനീതരായ 2 ശിഷ്യന്മാരാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഈ സമയത്ത് മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതകൾ ഉണ്ടായിരിക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കണിശമായി എടുക്കുന്നത് അബദ്ധമായിരിക്കും എന്നാണ്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർബന്ധമായി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അവർ അള്ളാഹുവിന്റെ റസൂലിന് നൽകിയിരുന്ന സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന്
ലൗ മനഊനി ഖാലൻ, അവർ അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയ സക്കാത്തിന്റെ വിഹിതത്തിലെ ഒരൊട്ടകക്കയർ എനിക്ക് അവർ നിഷേധിച്ചാൽ ലഉഖാതിലന്നഹും, ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് മഹാനായ സിദ്ദീഖ്